അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ രണ്ടാമത്തെ പരീക്ഷ ഖുർആൻ, ഹിഫ്ള്, തദ്രീബു തിലാവ എന്നീ വിഷയങ്ങൾ ഒരുമിച്ചാണ്. ഈ വീഡിയോയിൽ തദ്രീബു തിലാവയുടെ ഒരു ഫുൾ റിവിഷനാണ് നമ്മൾ പറയുന്നത്. തദ്രീബു തിലാവയിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടുന്ന പാഠഭാഗങ്ങൾ അൽ വഹദത്തുൽ ഊല മുതൽ അൽ വഹദത്തുർ റാബിഅ വരെയുള്ള 4 യൂണിറ്റുകളാണ് ഈ തദ്രീബു തിലാവയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ 4 പാഠങ്ങളുടെയും ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഹിഫ്ളിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ രണ്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ച സൂറത്തുൽ ഫീൽ മുതൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീൽ മുതൽ സൂറത്തുൻ നാസ് വരെ, അത് ഓൾറെഡി നമ്മൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് വീണ്ടും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിനു പുറമെ സൂറത്തുൽ ഹുമസ, വൈലുൽ ലികുല്ലി ഹുമസ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഹുമസയും വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നുള്ള സൂറത്തുൽ അസ്റും സൂറത്തു തകാസുർ അൽഹാകുമുത് തകാസുർ എന്നുള്ള സൂറത്തും അൽ ഖാരിഅതു മൽ ഖാരിഅ എന്നുള്ള സൂറത്തുൽ ഖാരിഅയും, ഇത്രയും സൂറത്തുകളാണ് വിദ്യാർത്ഥികൾ ഹിഫ്ളിന് വേണ്ടി കാണാതെ പഠിച്ചിരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനി ഖുർആനിൽ നിന്ന് ഏതെല്ലാം ഭാഗങ്ങളാണ് നമ്മൾ ഓതി പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ തദ്രീബു തിലാവയുടെ ഓരോ പാഠങ്ങളും പറയുമ്പോൾ നമ്മളതിൽ വിശദീകരിക്കും. ഇവിടെ ഒന്നാമത്തെ പാഠം അൽ വഹദത്തുൽ ഊല. അൽ വഹദത്തുൽ ഊല എന്നുള്ള ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ചുണ്ടുകളിൽ നിന്ന്, 2 ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഓതി പരിശീലിക്കേണ്ട സൂറത്തുകൾ ഏതെല്ലാമാണ്? സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഖലം. സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക്. അതുപോലെ സൂറത്തുൽ ഖലം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്നുള്ള സൂറത്ത്. സൂറത്തുൽ ഹാഖ, അൽ ഹാഖതു മൽ ഹാഖ, ഇതെല്ലാം തബാറക്കയുടെ ശേഷം വരുന്ന തർത്തീബായി വരുന്ന ഓരോ സൂറത്തുകളാണ്. അതുപോലെ സൂറത്തുൽ മആരിജ്, സൂറത്തുൻ നൂഹ്, ഈ സൂറത്തുകളെല്ലാം നമ്മൾ നിർബന്ധമായും ഓതി പരിശീലിക്കണം. ഈ സൂറത്തുകളുടെ എല്ലാം മനോഹരമായ ഖിറാഅത്ത് കേൾക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. താഴെയുള്ള ഈ QR കോഡ് സ്കാൻ ചെയ്താൽ ഈ സൂറത്തുകളുടെ എല്ലാം മനോഹരമായ ഖിറാഅത്ത് പാരായണം നമുക്ക് കേൾക്കാൻ സാധിക്കും. അതെല്ലാം വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുക. എന്താണ് ഹുറൂഫു ഷഫത്തൈൻ എന്ന് പറഞ്ഞാൽ? 2 ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. എത്ര അക്ഷരങ്ങളാണ് ഹുറൂഫു ഷഫത്തൈൻ? 4 അക്ഷരങ്ങളാണ്. വിദ്യാർത്ഥികൾ ഈ ഓരോ മഖ്റജുകളും ശേഷം പറയാൻ പോകുന്ന മഖ്റജുകളൊക്കെ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. ഹുറൂഫു ഷഫത്തൈൻ എന്ന് പറഞ്ഞാൽ 2 ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണത്? ഒന്ന് വാവ്, രണ്ടാമത്തത് ഫ, മൂന്നാമത്തത് മീം, നാലാമത്തത് ബാ എന്നീ 4 അക്ഷരങ്ങളാണ് ഹുറൂഫു ഷഫത്തൈനിൽ വരുന്നത്. ഇവിടെയുള്ള ഈ ആക്ടിവിറ്റി, ഈ ഹുറൂഫു ഷഫത്തൈൻ വരുന്ന പദങ്ങൾ നമ്മുടെ പാഠഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികൾ കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. പദങ്ങൾ എഴുതി പരിശീലിക്കാം. ഇതെല്ലാം വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണം. വഹുവ, മദ്മൂം, അൽ വഅദു, അം അമിൻതും, ഫുതൂർ, ഫീ ഉതുവിൻ, ഇതിലെല്ലാം ഈ ഹുറൂഫു ഷഫത്തൈൻ വന്ന വ്യത്യസ്ത പദങ്ങളാണ്. വീണ്ടും ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഖുലിഖ ഹലൂഅ ഫഅതറഫു ബിസാത ഫീ ഉതുവിൻ വനുഫൂർ, അതിലൊക്കെ ഹുറൂഫു ഷഫത്തൈൻ ഏതെല്ലാമാണെന്ന് വിദ്യാർത്ഥികൾ കണ്ടെത്തുക. ഇനി നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം. സൂറത്തുൽ മുൽക്ക് നിത്യമായി പാരായണം ചെയ്യുന്നവർക്ക് അത് പരലോകത്ത് ശഫാഅത്ത് ചെയ്യുകയും ഖബറിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഓതി പരിശീലിക്കേണ്ട സൂറത്തും കൂടെയാണ് സൂറത്തുൽ മുൽക്ക്. അത് ഓതിയാലുള്ള നേട്ടമാണ് ഇവിടെ പറയുന്നത്. എന്താണ് നേട്ടം? പരലോകത്ത് ഷഫാഅത്ത് ചെയ്യും. സൂറത്തുൽ മുൽക്ക് ഒരാൾ നിത്യമായി പാരായണം ചെയ്താൽ ആ ഓതുന്നയാൾക്ക് വേണ്ടി പരലോകത്ത് ആ സൂറത്ത് ഷഫാഅത്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. അതുപോലെ ഖബറിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കൊടുക്കുകയും ചെയ്യും. ഇനി ഇവിടെ ഒരു പ്രത്യേകമായ ദുആ തന്നിട്ടുണ്ട്. അത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. റബ്ബി സിദ്നി ഇൽമാ, നമ്മൾ പഠിക്കാനിരിക്കുന്നതിന്റെ മുമ്പ് ചെയ്തിരിക്കേണ്ട ഒരു ദുആയും കൂടെയാണ്. റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. ഇതാണ് ഒന്നാമത്തെ അൽ വഹദത്തുൽ ഊല എന്നുള്ള പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്.
ഇനി അടുത്തത് അൽ വഹദത്തു സാനിയ, രണ്ടാം യൂണിറ്റ്. ഇവിടെ നമുക്ക് എന്തെല്ലാമാണ് പഠിക്കാനുള്ളത്? ഇവിടെ സൂറത്തുൽ ഹുമസ ലി തഹ്ഫീൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സൂറത്തുൽ ഹുമസ, വൈലുൽ ലികുല്ലി ഹുമസ എന്നുള്ളത് കാണാതെ പഠിക്കാനുള്ള സൂറത്താണ്. അതുപോലെ സൂറത്തുൽ അസ്ർ കാണാതെ പഠിക്കാനുള്ള സൂറത്താണ്. അത് രണ്ടും കേട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രണ്ട് കോഡുകൾ സ്കാൻ ചെയ്ത് കേട്ട് പഠിക്കാവുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ ഓതി പരിശീലിക്കേണ്ട സൂറത്തുകൾ ഏതെല്ലാമാണ്? ഒന്ന് സൂറത്തുൽ ജിന്ന്, അതുപോലെ സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുദ്ദസ്സിർ, സൂറത്തുൽ ഖിയാമ, സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ മുർസലാത്ത്. ഇതെല്ലാം നമ്മൾ ആ തബാറക സൂറത്തിന്റെ താഴോട്ടിങ്ങോട്ട് ഓർഡർ ആയിട്ട് വരുന്ന സൂറത്തുകളാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ഇതെല്ലാം ഓതി പരിശീലിക്കുക. മദ്രസകളിൽ നിന്ന് ഇതെല്ലാം ഓതി പരിശീലിപ്പിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എങ്കിലും വിദ്യാർത്ഥികൾ ഒന്നുകൂടെ ഓതി പരിശീലിക്കുക. ഇതെല്ലാം, ഈ കോഡുകളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി ഓരോരുത്തരുടെയും ഓത്തുകൾ മനോഹരമാക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഹുറൂഫുൽ ജൗഫിനെ കുറിച്ചാണ്. ബ്രാക്കറ്റിൽ അൽ മദ്ദിയ എന്ന് തന്നിട്ടുണ്ട്. ജൗഫ് എന്ന് പറഞ്ഞാൽ വായയുടെ ഉൾഭാഗം എന്നുള്ളതാണ് അർത്ഥം. ഈ വായയുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന ഹർഫുകൾ, ഹുറൂഫുൽ ജൗഫ്, ബ്രാക്കറ്റിൽ അൽ മദ്ദിയ എന്ന് പറഞ്ഞാൽ മദ്ദിന്റെ അക്ഷരങ്ങൾ. നമ്മൾ അറബിയിൽ നീട്ടാൻ ഉപയോഗിക്കുന്നതിനാണ് മദ് എന്ന് പറയുന്നത്. ഏതെല്ലാം അക്ഷരങ്ങളാണ് നമ്മൾ നീട്ടാൻ ഉപയോഗിക്കുന്നത്? അതെല്ലാം നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അലിഫ്, വാവ്, യാ. ഫതഹിനെ നീട്ടാൻ അലിഫ് ഉപയോഗിക്കുന്നു, കസറിനെ നീട്ടാൻ യാ ഉപയോഗിക്കുന്നു, ലമ്മിനെ നീട്ടാൻ വാവ് ഉപയോഗിക്കുന്നു. ഉദാഹരണം വലല്ലാലീൻ, ലാ എന്ന് നമ്മൾ നീട്ടിയത് അലിഫ് കൊടുത്തുകൊണ്ടാണ്. അതുപോലെ ലാലിമീൻ ഉദാഹരണം. അപ്പോൾ ഈ മീൻ എന്ന് കസറിനെ നീട്ടിയത് നമ്മൾ യാവ് കൊണ്ടാണ്. അല്ലെങ്കിൽ ലാലിമൂൻ ഉദാഹരണം. മീമിനെ മൂൻ എന്ന് നമ്മൾ നീട്ടിയത് വാവ് കൊണ്ടാണ്. ഇങ്ങനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് അലിഫ്, വാവ്, യാ. ഈ മദ്ദിന്റെ അക്ഷരങ്ങൾ അത് എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? അത് ജൗഫിൽ നിന്നാണ്, വായയുടെ ഉൾഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നത്. നേരത്തെ നമ്മൾ ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഹുറൂഫ് ഷഫത്തൈനിയിലും വാവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്ന വാവ് അത് മദ്ദിന്റെ അക്ഷരമാണ്. നേരത്തെ പറഞ്ഞത് ശരിക്കുമുള്ള വാവാണ്. ഇതാണ് വ്യത്യാസം. അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങൾ വരുന്ന 4 പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം, എഴുതി പരിശീലിക്കാം. വിദ്യാർത്ഥികൾ ഈ തദ്രീബ് തിലാവയിൽ തന്നിട്ടുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യണം. ഇവിടെ വീണ്ടും പദങ്ങൾ തന്നിട്ടുണ്ട്. അത് വായിക്കുകയും ചെയ്യണം, എഴുതുകയും ചെയ്യണം. ഊഹിയ, ഊഹിയ, കണ്ടോ? ഊ, ആ നീട്ടാൻ ഉപയോഗിക്കുന്ന വാവ് അത് എവിടെ നിന്ന് വരുന്നതാണ്? ജൗഫിൽ നിന്ന് വരുന്നതാണ്. ഊഹിയ യഹ്ദി, ഇൻസാൻ, യുഅ്മിനൂന, തുകദ്ദിബൂന, സമിഅന. അപ്പോൾ ഇങ്ങനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ്, വാവ്, യാ അതിന്റെ സ്ഥാനം എവിടെയാണ്? ജൗഫാണ്, വായയുടെ ഉൾഭാഗമാണ്. ഇനി പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം. റസൂല, വന്നു, വഷ്റബു, വഖീല മൻ റാഖ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തുകൾ, ആ സൂറത്തുകളിൽ വരുന്ന ഭാഗങ്ങളാണ്. വിദ്യാർത്ഥികൾ കണ്ടുപിടിക്കുക. നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം. ഏറ്റവും മനോഹരമായ ശബ്ദത്തിലും നിയമങ്ങൾ പാലിച്ച് സാവധാനവും ഖുർആൻ പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇഷ്ടമാണ്. ആ രൂപത്തിൽ തന്നെ ഖുർആൻ ഓതി ശീലിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈ തദ്രീബ് തിലാവയിൽ ഓരോ പാഠത്തിലും തരുന്ന QR കോഡ് നമ്മൾ സ്കാൻ ചെയ്താൽ അതുപോലെ മനോഹരമായ ഖുർആൻ പാരായണമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. അങ്ങനെ കേട്ട് ആ ഒരു ശൈലി നമ്മുടെ ഖിറാഅത്തിലും കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നല്ല ഈണത്തിലും നല്ല മധുരമായ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവരിലൊക്കെ നമ്മെ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ഇനി ഇവിടെ ഒരു ദുആ തന്നിട്ടുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ഓരോ പാഠങ്ങളിലും തരുന്ന ദുആകൾ കൂടെ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇനി അടുത്തത് അൽ വഹദത്തു സാലിസ, മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് എന്തെല്ലാമാണ് പഠിക്കാനുള്ളത്? ഇവിടെ ഹിഫ്ള് ചെയ്യാനുള്ള സൂറത്തു തകാസുർ, അൽഹാകുമുത് തകാസുർ. ഇത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം സൂറത്തുകളാണ് ഹിഫ്ള് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ഓരോ യൂണിറ്റ് അനുസരിച്ച് വീണ്ടും പറയുന്നു എന്ന് മാത്രം. ഇനി ഇവിടെ നമുക്ക് ഓതി പരിചയപ്പെടാനുള്ള സൂറത്തുകൾ ഏതൊക്കെയാണ്? 1 സൂറത്തുൽ മുജാദില, 2 സൂറത്തുൽ ഹഷർ,
സൂറത്തുൽ മുംതഹിന, സൂറത്തു സഫ്, ഇത്രയും സൂറത്തുകളാണ് വിദ്യാർത്ഥികൾ ഇവിടെ ഓതി പരിശീലിക്കേണ്ടത്. എല്ലാം കൂടെ കൂടുമ്പോൾ ഇതെല്ലാം കുറച്ച് വലിയ വലിയ സൂറത്തുകളാണ്. ഒരു പക്ഷേ മദ്രസകളിൽ ഇത്രയും ഭാഗങ്ങളൊന്നും ഓതി തീർന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഓതി പരിശീലിച്ച സൂറത്തുകൾ നിർബന്ധമായും ഓതി പരിശീലിക്കുക. ബാക്കി സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ള സൂറത്തുകളൊക്കെ നിർബന്ധമായും ഓതി പരിശീലിക്കുക. അതെല്ലാം ഇവിടെ കേട്ടാസ്വദിക്കാനുള്ള കോഡുകൾ തന്നിട്ടുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഈ മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹുറൂഫുൽ ലിസാനാണ്. ഈ ചിത്രം കണ്ടാൽ തന്നെ നമുക്കതറിയാം. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഈ മൂന്നാമത്തെ യൂണിറ്റിലും നാലാമത്തെ യൂണിറ്റിലും കൂടെ ഈ ഹുറൂഫുൽ ലിസാനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ രണ്ട് പാഠങ്ങളിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ തന്നെയാണ്. ഇവിടെ എത്ര അക്ഷരങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്? നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഖാഫ്, കാഫ്, ഷീന്, ദാല്, താ, സാ, സീന്, ലാമ്, നൂന്, ഇത്രയും അക്ഷരങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത പാഠത്തിലും ഈ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ തന്നെയാണ്. ഈ പാഠത്തിൽ നമുക്ക് ഇത്രയും അക്ഷരങ്ങളാണ് പഠിക്കാനുള്ളത്. വിദ്യാർത്ഥികൾ ഈ ഓരോ മഖ്റജുകളും പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളായ സീന്, ഖാഫ്, സാ, താ വരുന്ന പദങ്ങൾ നമ്മുടെ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. ഇവിടെ വേറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഷദീദ്, സാദിസുഹും, ഹുദൂദ്, തുഅദൂന, ലകാദിബൂൻ, അൽ ഖുദ്ദൂസ്. അതെല്ലാം വിദ്യാർത്ഥികൾ പറഞ്ഞു പരിശീലിക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യണം. ഇനി പാഠഭാഗത്ത് നിന്ന് വീണ്ടും കണ്ടെത്താനാണ്. അൽ മുഹൈമിനു വറസൂലു മുബീൻ, ഈസ ഇബ്നു മറിയം. ഇതെല്ലാം നമ്മുടെ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താനാണ്. ഇനി നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം. അള്ളാഹു, റസൂൽ, ഉപ്പ, ഉമ്മ, ഉസ്താദുമാർ ഇവരെ നാം എപ്പോഴും ഇഷ്ടപ്പെടണം, ഒരിക്കലും വെറുക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ നമുക്ക് മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടണം എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉപ്പ, ഉമ്മ, അതുപോലെ ഉസ്താദുമാർ, അള്ളാഹു, റസൂൽ ഇവരെയൊക്കെ നാം എപ്പോഴും ഇഷ്ടപ്പെടണം, ഒരിക്കലും വെറുക്കാൻ പാടില്ല. ഇനി ഇവിടെ മറ്റൊരു ദുആ തന്നിട്ടുണ്ട്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഈ ദുആവും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. ഇനി അൽ വഹദത്തു റാബിഅ, അവസാനത്തെ യൂണിറ്റ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള, കാണാതെ പഠിക്കാനുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഖാരിഅ. അൽ ഖാരിഅതു മൽ ഖാരിഅ. ഈ സൂറത്താണ് കാണാതെ പഠിക്കാനുള്ള സൂറത്ത്. ഓതി പരിചയപ്പെടാനുള്ള സൂറത്തുകൾ ഏതൊക്കെയാണ്? 1 സൂറത്തുൽ ജുമുഅ, 2 സൂറത്തുൽ മുനാഫിഖൂൻ, 3 സൂറത്തു തഗാബുൻ, 4 സൂറത്തു തലാഖ്, പിന്നെ സൂറത്തു തഹ്രീം. ഇത്രയും സൂറത്തുകളാണ് ഇവിടെ വിദ്യാർത്ഥികൾ ഓതി പരിശീലിക്കാനുള്ളത്. ഇത് കേൾക്കാനുള്ള കോഡുകൾ ഇവിടെ തന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അതും കൂടെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നാലാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ പാഠത്തിന്റെ തുടർച്ചയാണ്. ഹുറൂഫുൽ ലിസാൻ, നാവിൽ നിന്ന് പുറപ്പെടുന്ന ബാക്കി അക്ഷരങ്ങൾ കൂടെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഏതെല്ലാമാണ്? യാ, ജീം, താ, ദാൽ, സാ, ലാ, സാദ്, റാ, ലാദ്. ഇത്രയും അക്ഷരങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 2 പാഠങ്ങളിലായി നാവിൽ നിന്ന് പുറപ്പെടുന്ന 18 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ 2 ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന 4 അക്ഷരങ്ങൾ ഏതെല്ലാമാണെന്ന് പഠിച്ചു. വാവ്, ഫാ, മീം, ബാ. രണ്ടാമത്തെ പാഠത്തിൽ ഹുറൂഫുൽ ജൗഫ്, അതായത് മദ്ദിന്റെ അക്ഷരങ്ങൾ ഏതെല്ലാമാണെന്ന് പഠിച്ചു. അലിഫ്, വാവ്, യാ. അതിന്റെ മഖ്റജ് ഹുറൂഫുൽ ജൗഫാണ്, വായയുടെ ഉൾഭാഗമാണ് എന്ന് പഠിച്ചു. 3, 4 പാഠങ്ങളിൽ നാവിൽ നിന്ന് പുറപ്പെടുന്ന 18 അക്ഷരങ്ങളും നമ്മൾ പഠിച്ചു. ഇനി ഇവിടെയും ഈ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുടെ പദങ്ങൾ കണ്ടെത്തി നമ്മൾ എഴുതുകയാണ് വേണ്ടത്. പദങ്ങൾ എഴുതി പരിശീലിക്കാം. ഇവിടെ തന്ന ഈ വാക്കുകൾ വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കുക, പറഞ്ഞു പരിശീലിക്കുക. കദ്ദബു, ബഅസ, അസ്വാജ, അസാബ, യളഇന, ഫതുബിഅ. ഇതെല്ലാം വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണം. ഇനി പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം. വൽ അർള ബസീർ, തുജ്സൗന തൗബതൻ നസൂഹ. നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം.
തെറ്റുകൾ സംഭവിച്ചാൽ ക്ഷമ ചോദിക്കുന്നതും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതും സൽഗുണമാണ്. ഇനി ഇവിടെ മറ്റൊരു ദുആ ഉണ്ട്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണം. ഇത്രയും പാഠങ്ങളാണ് തദ്രീബു തിലാവയിൽ 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്. ഈ വീഡിയോയിൽ നമ്മൾ ഹിഫ്ള് ഏതെല്ലാം സൂറത്തുകളാണ് പഠിക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ നിന്ന് ഓതി പരിശീലിക്കേണ്ട സൂറത്തുകൾ ഏതെല്ലാമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. തദ്രീബു തിലാവയുടെ 4 പാഠങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ നിർബന്ധമായും കമന്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.